ബാങ്കിൽ പൈസ ഉള്ളവരാണോ എങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന 5 റൂൾസ് എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. അപ്പൊ ആദ്യത്തെ കാര്യം നിങ്ങളോട് മനസ്സിലാക്കുക, നിങ്ങളുടെ മൊത്തം ബാങ്ക് ബാലൻസ് ഇൻഷുർഡ് അല്ല. RBI 5 ലക്ഷം രൂപ മാത്രമേ ഇൻഷുറൻസ് ഇവിടെ നൽകുന്നുള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓരോ അക്കൗണ്ടിനല്ല, ഒരു ബാങ്കിലെ മൊത്തം ഡിപ്പോസിറ്റിലെ ലിമിറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സെയിം ബാങ്ക് അക്കൗണ്ടിൽ തന്നെ FDയും സേവിങ്സ് അക്കൗണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടി 5 ലക്ഷം മാത്രമേ ഇവിടെ കവർ ആവുള്ളൂ. അപ്പം ഇവിടെ കൂടുതൽ പണം ഉണ്ടെങ്കിൽ എല്ലാം ഒരു ബാങ്ക് അക്കൗണ്ടിൽ വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇനിയിപ്പം രണ്ടാമത്തെ കാര്യം വരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രോഡ് നടന്നു, അതുപോലെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഇവിടെ സംഭവിച്ചെങ്കിൽ ഇവിടെ നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ ബാങ്കിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാധ്യതയൊന്നും ഉണ്ടാകില്ല. ഇപ്പം ജൂലൈ 2026 മുതൽ ഇത് 5 കലണ്ടർ ഡേയ്സ് ആയിട്ട് കൂട്ടാം, ഡ്രാഫ്റ്റ് റൂൾസ് ഫൈനലൈസ് ആയാൽ. അപ്പൊ ജസ്റ്റ് ബാങ്കിനെ അറിയിച്ചാൽ മാത്രം പോരാ, പെട്ടെന്ന് തന്നെ 1930 വിളിച്ച് നിങ്ങൾ അറിയിക്കണം. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ കാര്യം വരുന്ന ഇതാണ്, ബാങ്ക് കമ്പൽസറി എന്ന് പറയുന്നത് എപ്പോഴും ആക്ച്വലി കമ്പൽസറി അല്ല. അതായത് ലോക്കറിന് നിങ്ങൾക്ക് എപ്പോഴും വലിയൊരു FDയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഹോം ലോൺ നിങ്ങൾക്ക് ഇവിടെ ഇൻഷുറൻസ് നിർബന്ധമല്ല. അപ്പൊ ഇത് ഡ്രാഫ്റ്റ് റൂൾസ് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ജൂലൈ 2026 മുതൽ എഫക്റ്റീവ് ആകും. ഇനി നാലാമത്തെ കാര്യം വരുന്നത് ഇതാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് 2 വർഷമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡോർമെന്റ് ആവും. ഇനിയിപ്പം 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBIയുടെ ഡെഫ് ഫണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണം ഇവിടെ നഷ്ടപ്പെട്ടു എന്നല്ല, ഇവിടെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ ഹെയർസിനോ എപ്പോൾ വേണമെങ്കിലും ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് UDGM പോർട്ടലിൽ ഫോർഗോട്ടൺ ഫണ്ട്സിൽ ചെക്ക് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ റൂൾസ് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? അത് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.